ഇത്തവണ നമുക്ക് വിഷു സെലിബ്രേഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചിട്ട് 5 മാസം ആവുന്നേ ഉള്ളൂ. പിന്നെ പോരാത്തതിന് 1-2 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം പൊന്നൂസിന് മുണ്ടിനീര് പോലെ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ നീര് വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. നല്ല പനിയൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് ഒരാഴ്ചത്തേക്ക് നമുക്ക് ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറവില്ലെങ്കിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വിഷുവിൻ്റെ പിറ്റേന്ന് നമുക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വിഷു സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതടുത്ത വീട്ടിൽ നിന്ന് കൊടുത്ത കമ്പിത്തിരിയാണ് അവർ വീട്ടിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേന്നായപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. മോനാണെങ്കിൽ തീരെ ഫുഡ് കഴിക്കാനോ വാ തുറക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല പെയിനായിരുന്നു അവന്. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ വീണ്ടും കുറച്ച് ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ നടത്തിയപ്പോഴാണ് മുണ്ടുനീര് പോലെ തന്നെ ഒരു വൈറസാണ്. പക്ഷേ അതൊരു സൈഡിൽ മാത്രമേ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് അവനുള്ളിലേക്ക് തൈറോയ്ഡ് ഗ്രന്ഥിനെയും അതിനുള്ളിലേക്കും ഒക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ നീർക്കെട്ടെല്ലാം മാറിയാലേ എല്ലാം ഓക്കെ ആയിട്ട് വരുള്ളൂ. അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കണം, ആൻറ്റിബയോട്ടിക് എടുക്കണം എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 24 മണിക്കൂർ ഒബ്സർവേഷനിൽ നിന്നിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ 3 ദിവസത്തെ ഇഞ്ചക്ഷൻ മതി, പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 7 ദിവസം കിടക്കേണ്ട വരും, ഇഞ്ചക്ഷൻ കണ്ടിന്യൂ ചെയ്യണം, വീണ്ടും ഫർദർ കുറച്ച് ടെസ്റ്റുകളും കൂടി ചെയ്യേണ്ട വരും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇഞ്ചക്ഷൻ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ഡോസ് എടുത്തപ്പോൾ തന്നെ ആളൊന്ന് വോമിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ ടയർഡായിട്ട് ഇരിക്കണ കണ്ടപ്പം അച്ഛൻ പിന്നെ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടിരുത്തി. അവിടെ ഇപ്പോൾ വേറെയും കുഞ്ഞുവാവകളൊക്കെ ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവൻ മടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ക്ഷീണമാവുന്നുണ്ട് കേട്ടോ. പകലൊന്നും ഉറങ്ങുന്നില്ലാത്ത കുട്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഫുൾ ടൈം ഉറക്കവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവനാകെ ടയേർഡാണ്. അങ്ങനെ കുറച്ച് നേരം പാർക്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് റൂമിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ആകെ കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റൽ കേസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പൊന്നൂസിന് അങ്ങനെ ഇങ്ങനെ അസുഖങ്ങളൊന്നും വരാത്തതാണ്. അപ്പം അവനിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. കൂടുതലും ഇളയാൾക്കാണ് പനിയൊക്കെ വരാറുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പം സന്ധ്യ ആയപ്പോൾ പിന്നെ നമ്മൾ അഡ്മിറ്റ് ആവാൻ പ്ലാനിലല്ല വന്നിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ സന്ധ്യ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അച്ഛനെ ഹോസ്പിറ്റലിൽ ഇരുത്തിയിട്ട് ഞാനും ഏട്ടനും കൂടി വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സും പ്ലേറ്റും ഒക്കെ എടുക്കേണ്ടതുണ്ടായിരുന്നു. ഒരു അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ അതെല്ലാം വീട്ടിൽ പോയി എടുത്തിട്ട് വന്നിട്ട് അച്ഛനെ പറഞ്ഞ് വീട്ടിൽ വിട്ടു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, മേലൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ ബോനൂസും കൂടെ കയറി ഇതാ കിടന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ലൂസിഫർ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷമായിട്ട് നാളെ വരാം.